പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സരിത ആയുധം എടുത്തു, കണ്ണാടി എടുത്തു, തുടങ്ങാണ്. നമ്മുടെ എല്ലാവരും തൃശ്ശൂർ പൂരൊക്കെ ആഘോഷിച്ചതിന്റെ ക്ഷീണത്തിലായിരിക്കും. അപ്പൊ പൂരത്തിന്റെ വീഡിയോ ആണ്. ആയുധ പൂരത്തിന്റെ തലേ ദിവസം ഞാൻ ഓടി നടന്ന് വീഡിയോ എടുത്തില്ലേ, അതിന്റെയാണ്. അതിൽ മെയിനായിട്ട് കൈനോട്ടാണ് വരുന്നത്. 2 ദിവസം ചേട്ടൻ ഫുൾ കെടുപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ല, എന്നാ തലേ കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ടേ വെയിലത്ത് നിന്നിട്ട് തലേ കൂടെ വെള്ളം ഒഴിച്ച് നിന്നിട്ട് പിറ്റേ ദിവസം ഇപ്പോഴും പനിയും കപക്കെട്ടൊക്കെ ആയിട്ട് പൂരത്തിന് പോയില്ലേ, ഒന്നും പോവാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ഒക്കെ 2-3 ദിവസം ഒന്നും ഇടാനിരുന്നത്. സിജി രാജേഷ് ഇതുപോലെ ഓടിച്ചിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഹസ്ബൻഡിന്റെ ഒപ്പം പോകാത്തത്. സമാധാനപ്രിയൻ എന്ന് ഞങ്ങൾ കരുതുന്ന അജു ഏട്ടനും ഓട്ടം തന്നെ. ചൂടുകൊണ്ടാണോ ചേട്ടൻ സമാധാനപ്രിയനാ? സമാധാനപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലമ്പുണ്ടാക്കാത്ത ആളെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ശരിയാണ്. ആ കാര്യത്തിൽ സമാധാനപ്രിയനാണ്. അതായത് നമുക്ക് കുറച്ച് സമയമല്ലോ, കാലത്ത് 10 മണി മുതൽ തെച്ചുകോട്ടെ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ആന നട തുറക്കണ സമയം കൊണ്ടല്ല, ആന നട തുറക്കണ സമയം കൊണ്ട് ബാക്കി എല്ലാ സ്ഥലം ചുറ്റടിച്ച് വരണം. പിന്നെ ഒടുക്കത്തെ വെയിൽ. അങ്ങനെ ഞങ്ങള് കറങ്ങി വന്ന് ഇവിടെ വന്നപ്പോഴേ, ഇവിടെ ഈ നട തുറക്കാനായിട്ട് സമയം വൈകി. 12:16 നട തുറന്നു. അപ്പോഴേക്കും വെയിൽ കൊണ്ട് തലയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ തണുത്ത വെള്ളം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തല കൂടെ ഒഴിച്ചു. അങ്ങനെ ഒരിക്കലും ഒഴിക്കാൻ പാടില്ലെന്ന് മനസ്സിലായി. നമുക്ക് നീരൊഴിച്ച് വരും, ശരീരമാസകരം വേദന വന്നു. അയ്യോ, പറയാൻ പറ്റില്ല. മിസ്റ്റർ മലേറിയ ഡ്യൂഡ്, നല്ല പേര്. ഒരു കാര്യം ശരിയാണ്, ആദ്യം നുണ പറയും, പിന്നെ സത്യം പറയും. അത് ശരിയാണ്. കൈനോട്ടം അസലായിരിക്കും. കൈനോട്ടകാരി അമ്മാമില്ലേ, ആള് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ അമ്മാമേനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ്റെ അമ്മ. ഭാര്യ വീട്ടുകാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, അങ്ങട് കൊടുക്കണം. അങ്ങനെയല്ല പറഞ്ഞേ. അവര് അങ്ങട് കൊടുക്കാനുണ്ടാവുള്ളൂ. ആദ്യം പറയും, പിന്നെ സത്യം പറയും. അത് മാത്രമല്ലോ അല്ലേ, അത് കറക്റ്റ്. പിന്നെ അത് പറഞ്ഞത് അപ്പടി നോണയല്ലേ, ഇങ്ങനെ നോണ പറയാൻ തോന്നണേ. അതൊന്നുമില്ല, അത് ഇങ്ങനെ ടൈപ്പ് റെക്കോർഡർ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആൾക്കാരും തന്നെ ആ കാശ് കിട്ടിയോട് കൂടിയേ പിന്നെ ഒന്നും പറയണം തന്നെയില്ല. അടുത്തത് സുധീസ് കോർണർ. കുറെ മാസങ്ങൾക്ക് ശേഷം അജൂസ് വേൾഡിലെ വീഡിയോ കണ്ടു. മാസങ്ങൾക്ക് ശേഷം, കുറച്ചു നാൾ മുന്നും കൂടിയും കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ സുധീസ് കോർണർ. സരിത ഇല്ലാത്തതിന്റെ എല്ലാ ഗുണങ്ങളും ഈ വ്ളോഗിന് ഉണ്ടായിരുന്നു. സരിത ഉണ്ടായിരുന്നെങ്കിൽ വെറുപ്പിച്ചേനെ. ചൂടിനും വെയിലിനും നന്ദി, അതുകൊണ്ടാണല്ലോ സരിത വരാഞ്ഞത്. പിന്നെ കമന്റോളി അശോകൻ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഓടി എല്ലാ കാഴ്ചകൾ പകർത്തിയ ക്യാമറാമാനോനും അജുനും സന്തോഷം. അജു ചേട്ടനും നന്ദി. ഇതുപോലെ സുന്ദരമായ വ്ളോഗുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും തൃശ്ശൂർ പൂരം ആശംസകൾ നേരുന്നു. അങ്ങനെയൊന്നുമില്ലേ, സരിത ഇല്ലാത്തതുകൊണ്ട് നന്നായി, സരിത ഇല്ലാത്തതുകൊണ്ട് മോശമായി. അതല്ല, അത് ഓരോരുത്തരും ഇഷ്ടമാണ് ചേട്ടാ. അപ്പൊ എന്നെ ഇഷ്ടമില്ലാത്തവര് ഞാൻ ഇല്ലാത്ത വീഡിയോകൾ കാണട്ടെ, അത്രേ ഉള്ളൂ. ശ്രീകല ദിലീപ്, ഹായ് അജു സരിതേ. ഹായ്. എന്നിട്ട് സരിതേനെ കൊണ്ടുവരാതിരുന്നത് ഭാഗ്യം. ഞാൻ കടുപ്പിലായേനെ ആ വെയിൽ കൊണ്ടിട്ട്. എനിക്ക് ചെറുതായിട്ട് വെയിൽ കൊള്ളുമ്പോഴേക്കും തന്നെ ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടൊക്കെ വരണതാ. അല്ല, ആ വെയിൽ കൊണ്ട് തല പൊളിയും. അവിടെ ഉള്ളവരൊക്കെ പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തായോ എല്ലാവരും അവസ്ഥ. അത്രയ്ക്ക് വെയിലായിരുന്നു. വീഡിയോ കണ്ടാൽ കൈനോട്ട അമ്മച്ചി ചിലപ്പോൾ ബാക്കി കാണില്ലാന്ന്. അടുത്തത് അനിത പി. അജു ചേട്ടാ, ക്യാരി വാട്ടർ ബോട്ടിൽ, ദ ഹീറ്റ് ഈസ് ടു മച്ച് ദിസ് ടൈം. ഓർ വേറെ ക്യാപ്പ് ഓർ അംബ്രല്ല. എന്താ ചേട്ടാ കോട കൊണ്ടുപോവാഞ്ഞേ? ചേട്ടൻ ഇങ്ങനത്തെ പോകുമ്പോ കോടയും കൊണ്ടാ പോവാറ്? ബാക്കിലുള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടാവും. പിന്നെ കൊട പിടിച്ച് നടക്കണമ്പോ നമുക്ക് ഇത്രയും വേഗത്തിൽ ഇങ്ങനെ നടന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതും ബുദ്ധിമുട്ടല്ല, എല്ലാം ബുദ്ധിമുട്ടന്നെ. അമേസിംഗ് വീഡിയോ. സന്തോഷം. രഞ്ജിത്ത് മേനോൻ, അജു ഇന്നത്തെ പൂരത്തിന്റെ വീഡിയോ ഉണ്ടോ? പിന്നെ കൈനോട്ടക്കാരി കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണോ? സരിതയുടെ സാമർത്ഥ്യമാണ് അജുവിന്റെ ശക്തി. പവർഫുൾ വുമൺ സരിത. നമസ്കാരം അജു. ഇല്ല, പൂരത്തിന് പോകാൻ പറ്റില്ല. എന്നെന്നിട്ട് പറഞ്ഞ സൂത്രക്കാരിയാണ്, അങ്ങനെ എന്തിട്ടൊക്കെയല്ല പറഞ്ഞ ഭാര്യ സൂത്രക്കാരിയാണ്. പിന്നെ അങ്ങനെ എന്തിട്ടൊക്കെ പറഞ്ഞു. നദീർ കെ, ഇന്ന് ചേച്ചി ഫുഡ് തരുമെന്ന് തോന്നുന്നില്ല. ഭാര്യ വീട്ടുകാരെ പറ്റി നല്ലതല്ലേ പറഞ്ഞത്?
ഇവിടെ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല, എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കൈനോട്ടത്തിന്റെ കാര്യം ഞാൻ പിന്നെ വന്ന് പറഞ്ഞില്ലേ, കൈ നോക്കിന്ന് പറഞ്ഞു. അപ്പൊ എന്തുട്ടൊക്കെ കൈ നോക്കിയിട്ട് പറഞ്ഞേന്ന് ചോദിച്ചു ഞാൻ. അതൊന്നും പറയാണ്ടിരിക്കുക ഭേദം പറഞ്ഞോളൂ. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് കാണണം ഇങ്ങനെയൊക്കെ പറഞ്ഞേന്ന്. അടുത്തത് ഗീത. എനിക്ക് ചിരിയാ വന്നേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടിട്ട്. പാവം അജുവേട്ടൻ ഓട്ടം കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നി. പിന്നെ കൈനോട്ടക്കാരി പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണെന്ന് തോന്നി, പാവങ്ങളെയാണ് ഇഷ്ടം എന്നുള്ളത്. എല്ലാവരും ഇഷ്ടം തന്നെ. പണക്കാരോട് എന്തിനാ ദേഷ്യം? അവരും മനുഷ്യരല്ലേ, അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നു. അതിനവരോട് എന്തിനാണ് ദേഷ്യം തോന്നിയിട്ട് കാര്യം? ചിലവര് പാരമ്പര്യമായിട്ട് പണമുള്ളവരുണ്ടാവാം. ഗീത സന്തോഷ്. അജു ഒരു തൊപ്പി വെച്ച് ഫുൾ കൈ ഷർട്ട് ഇടണമായിരുന്നു. സൺബേൺ, അതന്നെ കൈയൊക്കെ പൊള്ളാഞ്ഞത് ഭാഗ്യം. സൺബേൺ വന്നാൽ പ്രശ്നമാകും. നിതിനും അജുവും ഒരുപാട് വെയിൽ കൊണ്ടു, എങ്കിലും എല്ലാം ഓടി നടന്ന് കാണിച്ചു തന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂർ പൂരം കണ്ട ഓർമ്മ പുതുക്കി. ജഗ്ഗു സരിത. പിന്നെ ഒരു സംശയം, ക്യാമറാമാൻ നിതിനെയാണോ ഓട്ടോറിക്ഷയിൽ ഒരു നോട്ടം കണ്ടത്? അതെ, നമ്മള് വീഡിയോ തൃശ്ശൂർ പൂരത്തിന്റെ പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ഓട്ടോ പ്രദർശനം നടത്തിയിട്ടുള്ള വീഡിയോ നമ്മുടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ബാക്കി പൂരത്തിന്റെ ഇഷ്ടം പോയതിന്റെ കുടമാറ്റം അത് ഇതൊക്കെ ആയിട്ട് അവിടുത്തെ ഓരോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ പ്രദർശനം കൊണ്ട് നമ്മളെല്ലാം ഒരുവിധമൊക്കെ ഒതുക്കിയെടുത്തു. ഞങ്ങള് ഇന്നലെ വൈകുന്നേരം പോയിട്ടാ. എന്നിട്ട് തെക്കേ ഗോപുരനടയില്ലേ, അവിടെ കുറെ നേരം ഇരുന്നു. വടക്കുന്നാഥന്റെ പന്തലൊക്കെ കണ്ടു പോന്നു. അടുത്തത് വിജയലക്ഷ്മി. ഞാൻ കാസർഗോഡുകാരിയാണ്. തൃശ്ശൂർ പൂരം കേട്ടറിവ് മാത്രം, നേരിൽ കണ്ട അനുഭവം തന്നതിന് നന്ദി. സന്തോഷം. അടുത്തത് സ്മിത PJ. പൂരപ്പറമ്പിൽ കറങ്ങി നടന്ന അനുഭവം അടിപൊളി. കൈനോട്ടക്കാരി പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എല്ലാ വർഷവും കൈ നോക്കിക്കുന്ന അജു ചേട്ടൻ പൊളി. അവർക്ക് ഈ ഉത്സവം നടക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടും. ചിലപ്പോൾ ഇതാവും അവരുടെ ജീവിതമാർഗം. കൈനോട്ടം എന്ന് പറഞ്ഞാൽ അത് തലേദിവസമല്ല, കൈനോട്ടത്തിന്റെ ആ ത്രില്ലിരിക്കാണ്ട് വന്നിട്ടില്ല ആള്. അവിടെ ഇവിടെ ഓരോരുത്തർ വന്നു കൊണ്ടിരിക്കണല്ലോ. ആ സമയത്ത് കയ്യിലേക്ക് നോക്കിയ രേഖകൾ വല്ലതും ചേട്ടന്റെ ആള് ഇടയ്ക്ക് നോക്കി. പിന്നെ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയട്ടെ വെച്ചിട്ടാണ് നോക്കണത്. കുറച്ചെങ്കിലൊക്കെ ശരിയാവാറുണ്ട്. വല്ല ഒന്നോ രണ്ടൊക്കെ ഇത് വന്നാലും അല്ലേ, ഭൂരിഭാഗം പേരിലും എന്തെങ്കിലുമൊക്കെ ശരിയാവൂലോ. ഇതൊന്നും ശരിയായില്ല. അടുത്ത് അനിത കുമാരി S. എന്ത് നിഷ്കളങ്കനായ മനുഷ്യനാണ് താങ്കൾ. എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ടെസ്ല മൈ ഹീറോ. കൊടുംപൂരങ്ങളുടെ വിശേഷങ്ങളുമായി കൊടും ചൂടത്ത് അജു. അടുത്തത് സനോജ് ടി അർജുനൻ. തലേദിവസത്തെ പൂരപ്പറമ്പ് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അത് ചേട്ടൻ്റെ വിവരണത്തിൽ കേൾക്കുമ്പോൾ അടിപൊളി. അപ്പോൾ രാത്രി പൂരപ്പറമ്പിലോട്ട് ഇറങ്ങണം. സ്നേഹം മാത്രം ചേട്ടാ. ചേച്ചി ജഗ്ഗൂസ്. പിന്നെ ചേട്ടാ കെടുപ്പായിരുന്നു, ഗുളികയൊക്കെ കഴിച്ചിട്ട് ജലദോഷവും പനിയും ഒക്കെ മേലാകവേദനയും ആയിട്ട് സൗണ്ടൊക്കെ അടഞ്ഞു ആകെ. അടുത്ത അശോക് വേൾഡ്. ആരെയും വേർതിരിവില്ലാതെ സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ മനസ്സുള്ള ചേട്ടനെയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം. അടുത്തത് സോണിയ ബിജു. ചാർലിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് മാന്നാറമത്തെ സ്പീക്കിംഗ് എന്നൊരു കോള് വരും. സരിത. അത് വേറെ അതിലത്തെ ചേട്ടാ. ചാർലിനെ കിഡ്നാപ്പ് ചെയ്യുന്ന മറ്റേ പ്രിയ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ളതാ ചാർലിനെ കിഡ്നാപ്പ് ചെയ്യുന്ന എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടതാ. അടുത്ത് ലൈല. ചേച്ചി കുറച്ചു നേരം ഇരിപ്പ് നിൽപ്പ്, വെറുതെ അല്ല ചാർലി അവരെ ആക്രമിക്കാൻ നോക്കിയത്. കരിക്ക് വേണോ എന്ന് അജു, കൊണ്ടുപോകാനാണോ എന്ന് ചേച്ചി. ആ ചേച്ചിയില്ലേ പുല്ല് വലിക്കാൻ, ആ ചേച്ചിക്കാണെങ്കിൽ ചോദിക്കുമ്പോഴേ ഒരു നാണക്കേട് വേണം എന്ന് പറയാനേ. ഉണ്ടെങ്കിൽ തന്നോ അങ്ങനെയൊക്കെ അല്ല, ചിലപ്പോ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ, അപ്പൊ ഇതൊക്കെ വീഡിയോയില് വരണതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാവും. ഇനി പിന്നെ ആളുടെ മക്കളൊക്കെ ഇത് കണ്ടാ എന്നിട്ട് വിചാരിക്കുക എന്നൊക്കെ നാണക്കേട് തോന്നിട്ടാവും. അത് നമ്മൾ ചെയ്യണത് തന്നെയാ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വീഡിയോയിൽ പെട്ടു മാത്രം. ആ ചേച്ചി ഇവിടേക്ക് ആദ്യമായിട്ട് പുല്ല് വലിക്കാൻ വരണ. ആ ചേച്ചി സാധാരണ സജീവന്റെ അവിടെ ആണ് എപ്പോഴും വരാ. നമ്മുടെ ഇവിടെ അങ്ങനെ പുല്ല് ഇതിന്റെ ഇടയിൽ അങ്ങനെ വരാറില്ല. പക്ഷെ ഇപ്പൊ പുല്ല് നിറഞ്ഞു. ഇപ്പൊ പുതുതായിട്ട് പുല്ല് വെച്ചില്ലേ, അതിന്റെ ഇടയിൽ നിറഞ്ഞു. അപ്പൊ അത് വലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച പുല്ല് പോയിട്ട് ഇത് നിറയും. അതുകൊണ്ടാണ് നമ്മൾ തന്നെ വലിച്ചോടുന്നു. നമ്മൾ തന്നെ വലിച്ചിട്ട് ഒന്നും ആവണില്ല. അപ്പോഴാണ് ആ ചേച്ചിനെ നിർത്തിയത്. വലിച്ചാലാണ് അവരാകുമ്പോ ഒരു സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ടാവും കയ്യിൽ. അത് വെച്ചിട്ട് കുത്തി എന്റെ വേരടക്ക കളയും. നമ്മള് വലിക്കുമ്പോ അത് പൊട്ടിയ പോരാ. അപ്പൊ പിന്നെയും കുറെ വരും.
അങ്ങനെ ചേച്ചി ആള് ജഗ ഗില്ലാടിയാണല്ലോ, ചാർലിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തതല്ലേ? അതെ, നല്ലൊരു വീഡിയോ. അടുത്തത് കെ ജോയ് കള്ളിക്കാടൻ. കല്യാണം കഴിഞ്ഞു പോയാൽ ഓല വെട്ടേണ്ടി വരും, അജുവിനാണെന്ന് മാത്രം. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലേലും ചേട്ടൻ വെട്ടി ഓടുന്നു പണ്ടേ അല്ലേ? ഓല വെട്ടലൊക്കെ ഇവിടെ എല്ലാവരും ചെയ്തതാ. ഇവിടെ പറമ്പ് ഇത്രക്കധികം പറമ്പല്ലായിരുന്നേ. പിന്നെ അത് മാത്രല്ല, അവിടെ കൊല്ലപ്പറമ്പിന്റെ പറമ്പുണ്ട്. നമ്മുടെ വീട് ഓടാണ്, പണ്ടത്തെ ഓട് മേഞ്ഞ വീടാണ്. പിന്നെ സൈഡിലേക്ക് ചായ്പകളുണ്ട്, അതൊക്കെ ഓലോണ്ടാണ്. മുളരെ കഴുക്കോലുണ്ട്, ഓല മേഞ്ഞാണ്. അപ്പൊ കണ്ടമാനം ഓല. സരിത വരുമ്പോ ഓട തന്നെയാണ്. പക്ഷെ ചുറ്റുവട്ടത്ത് നീ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ ഓലയായിരുന്നു കണ്ടമാനം. അപ്പൊ നമുക്ക് ഓല കണ്ടമാനം ആവശ്യം വരുമ്പോ അപ്പൊ മറ്റേ കൊല്ലാമ്പന്റെ അവിടെ നിന്ന് ഓല ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് ഞങ്ങള്, അവർക്ക് കണ്ടമാനം തെങ്ങുകളുണ്ട്. അവിടുന്ന് വലിച്ചു കൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് വെട്ടി അതൊക്കെ കീറി അത് വെള്ളം ഒഴിച്ച് നനച്ച് മെടഞ്ഞ് ഞങ്ങള് മേയും. അങ്ങനെ തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു. തൊഴുത്തിനും ഓല തന്നെയായിരുന്നു. വീട് നീട്ടിയെടുക്കുമ്പോഴൊക്കെ ഓലയായിരുന്നു. അപ്പൊ പട്ട വെട്ടില് പണ്ട് തൊട്ടിട്ടുണ്ട്. അമ്മയും എല്ലാവരും വിട്ടു പട്ട. അടുത്ത് ട്രാൻസ്ഫോമേഴ്സ് സിമ്പിൾ. വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിയോ മീനോ ആകട്ടെ കുറച്ചെങ്കിലും പൈസ വാങ്ങിയിട്ട് കൊടുക്കണം. ഞങ്ങളുടെ പച്ചക്കറിക്കട ഓണർ പറഞ്ഞതാ, 1 രൂപ ആണേലും വാങ്ങണം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം. നമ്മുടെ വീട്ടിലിപ്പോ ഒന്നും ഉണ്ടാവാത്ത ചീരൊക്കെ എന്തോരം മുളയ്ക്കണേന്നറിയോ? നനയ്ക്കുന്ന വെള്ളം വരുന്നോടത്തൊക്കെ മുളച്ച് നല്ല ഇതിൽ വരും. പക്ഷെ വരുമ്പോഴേ തന്നെ അതിന് കതിരായിട്ടാ വരണേ. നമ്മളൊക്കെ അല്ല നുള്ളി കൂട്ടാൻ വെക്കുക, നൂത്തിട്ട് അതാവൂ. സൗജന്യമായിട്ട് കൊടുക്കുക അല്ല, എന്തെങ്കിലും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വാങ്ങിച്ചിട്ട് കൊടുക്കാന്ന് പറയുന്നതാണ്. അപ്പൊ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് രാധാമണി ശശിധർ. മനസ്സിൽ കുറച്ച് കുട്ടിത്തം നിലനിർത്തുന്നത് ഇന്നത്തെ കാലത്തെ മാനസിക സംഘർഷത്തിന് അയവരുത്തും. ചാർലിയുടെ കളികൾ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു ദിവസം നേരുന്നു. സന്തോഷം. അടുത്തത് വിഷ്ണു കോലോത്തോടി ഞാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായി നന്നായി, അതുകൊണ്ട് ആ ചേച്ചി കുറച്ച് സാധനങ്ങൾ കിട്ടി. അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. യൂട്യൂബ് ചാനലിൽ ഇല്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എന്തുടാ ചെയ്ത് നമുക്ക് കൊടുക്കും, ഒരു മടിയില്ല. അത് ചക്കയായാലും വാങ്ങിയാലും വീഡിയോയില് കാണിക്കാത്ത എന്തോരം സാധനങ്ങൾ അത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മള് വീഡിയോയിലല്ലാണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഓരോരുത്തരും വരുമ്പോ, ഇന്നലെയും കൂടിയും നമ്മുടെ വീട്ടിലുണ്ടായ പൂവൻകൊല അതൊക്കെ പടല തിരിച്ചിട്ട് നമ്മൾ ഓരോരുത്തർ കൊടുത്തു, അതൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ വീഡിയോയില് കാണിച്ചു പോലും വെട്ടിയ സാധനം പഴുത്തത് ഫുള്ളായിട്ട് പഴുത്തത് ഇന്നലെയാ. അപ്പൊ എല്ലാം പടല തിരിച്ച് 9 പടലുണ്ടായിരുന്നു. അതൊക്കെ അതിപ്പോ ഞങ്ങള് മാത്രല്ല നമ്മുടെ വീട്ടിലെല്ലാവരും കൊടുക്കും. ഉള്ളത് എന്തിനാ വെറുതെ നശിപ്പിച്ചു കളയണേ? കടകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നില്ല വിക്ക്, അതിന് കാശ് കിട്ടും. ആ പൂവൻകൊല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 10-20 കിലോ തൂക്കണ്ട്. 20 കിലോന് നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറവ് 40 രൂപ വെച്ച് 40 വേണം 35 രൂപ വെച്ചിട്ട് 30 രൂപ വെച്ചിട്ടുണ്ട്. അപ്പൊ 1200 വരെ കൊലിൻ്റെത്. നമുക്കത് നമ്മളെല്ലാവർക്കും പടല തിരിച്ച് വെറുതെ കൊടുക്കാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ചേട്ടന്മാരൊക്കെ അവരൊക്കെ ചാനൽ ഉണ്ടായിട്ടാണോ എല്ലാവരും കൊടുക്കുന്നത്? എല്ലാവരും കൊടുക്കും. ചാനലിന് ഇതിലൊരു പ്രസക്തി മനസ്സുണ്ടായാൽ മതി, എല്ലാവർക്കും കൊടുക്കാം. ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 6 കൊല്ലായിട്ടുള്ളൂ. അതിന് മുന്നേ നമ്മളിത് കൊടുത്തു ഉള്ളതൊക്കെ നമുക്ക് കഴിച്ചിട്ട് ബാക്കിയുള്ള. അതെ. അടുത്തത് ജീന നന്ദൻ. അതെ, ഇത് നാട്ടുകാരെ കാണിക്കണ്ടേ? ഒന്നും കൊടുക്കുവാൻ അജുവിനെ പോലെ സരിതയ്ക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലായി. എന്റെ പൊന്ന് ജീനാനന്ദ, സരിതയ്ക്കായാലും എനിക്കായാലും ഒരേ ഇങ്ങനത്തെ കാര്യത്തിൽ ഒരേ മനസ്സ് തന്നെയാണ് കേട്ടാ. അല്ലാണ്ട് സരിതയ്ക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. കൊടുക്കാണ്ടത് കളയണ്ടേ? ഇപ്പൊ ഈ പൂവൻ പഴുത്തില്ലേ, എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷെ പൂവൻ എന്ന് പറയുമ്പോഴത്തെ പ്രത്യേകത അറിയാലോ, ഒറ്റയടിക്ക് പഴുക്കും ചെയ്യും, പിന്നെ ഉരിഞ്ഞ് വീണ് തുടങ്ങും. പിന്നെ എനിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടയിൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടും കഫക്കെട്ട്, നെഞ്ചത്ത് ഒരു കഫക്കെട്ടും ബുദ്ധിമുട്ടും വരും പൂവമ്പഴം കഴിച്ചാൽ. ഭയങ്കര തണുപ്പായ കാരണം നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഇതുണ്ട്, ആർക്കും വേണ്ട. ചേട്ടനാണെങ്കിൽ ഇപ്പൊ ഈ ഷുഗറിന്റെ ഒരു ഇത് നിൽക്കണ കാരണം കൊണ്ട് ചേട്ടൻ അത് കുറെ തിന്ന് കഴിക്കും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിയാലോ വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഇവിടെ വെച്ച് കളയണേനെ, കോഴിക്ക് ഇനി ഇട്ട് കൊടുക്കണേനേക്കാളും ഇത് ആർക്കെങ്കിലും കൊടുത്തൂടെ? ഇത് തിന്നാൻ ഇഷ്ടമുള്ളവർ വളരെയധികം പേരുണ്ട്.
അടുത്തത് കാർത്തിക ഷാജി USA. അജുവേട്ടാ, ചാർലിക്ക് വാക്സിനേഷൻ ഒക്കെ എടുത്തതാണോ? അതെ, അവനെ ട്രെയിൻ ചെയ്യുമ്പോൾ ട്രീറ്റ് കൊടുക്കണം. മനസ്സിലായി. ബിസ്ക്കറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷപൂർവ്വം ഓരോന്ന് കൊടുക്കുക. ശരി ശരി, അത് ചെയ്യാം. അതായത് അവൻ ബോളൊക്കെ എടുത്തുകൊണ്ട് വരാൻ അവന് പെറ്റ് ട്രീറ്റ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഒരെണ്ണം കൊടുക്കണം. ഓരോ തവണയും അവൻ അനുസരിക്കുമ്പോൾ ട്രീറ്റ് കൊടുക്കണം. അങ്ങനെയാണ് പെറ്റ് ട്രെയിനിങ്. അടുത്തത് ജീന നന്ദൻ. ആള് പിന്നെയും കമന്റ് ഇട്ടുണ്ട്. അജുവിന് നല്ല ഒരു മനസ്സുണ്ട് എല്ലാം കൊടുക്കാൻ, പക്ഷേ സമ്മതിക്കുന്നില്ല സരിത. 4 or 5 മീൻ കൊടുത്തുകൂടെ ആ ചേച്ചിക്ക്? അയ്യോ, ആ മീൻ പിടിക്കാൻ പറ്റില്ല. 2 മീൻ ഓരോ വട്ടം കണ്ടാലോ, ഒരു വട്ടം മുക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു മീൻ കിട്ടി. പിന്നെ അടുത്ത വട്ടം മുക്കിയപ്പോഴേക്കും ഒരു മീൻ കിട്ടി. പിന്നെ മീനുകൾ കിട്ടണില്ലേ. പിന്നെ ഞാൻ വയ്യാണ്ടായി. ഭയങ്കര കാനാണ് സാധനം. അതായത് മീൻ കൊടുക്കാനായിട്ടേ ഇവിടെ യാതൊരു മടിയില്ല. ഞങ്ങള് ബക്കറ്റ് കണക്കിന് മീനാണ് പിടിച്ചിട്ട് ഇവിടുന്ന് ഇനിയുണ്ട്. 100-250 മീനുണ്ട് ഇപ്പോൾ അതില്. അത് പിടിച്ചിട്ട് ഈ ഓട്ടോറിക്ഷക്കാർക്കും അയൽക്കാർക്കും ഒക്കെ കൊടുക്കും. പണ്ടുള്ളവര് പറയില്ലേ, കണ്ടുകൂടാത്തവനെ കള്ളുടിച്ചാലും കണ്ടുകൂടാന്ന് പറഞ്ഞ പോലെയാണ് ചില ചേച്ചിമാർക്ക് എന്നോടുള്ള ദേഷ്യം. എന്ത് ചെയ്താലും കുറ്റാണ്, ചെയ്തില്ലെങ്കിലും കുറ്റാണ്. നിങ്ങളെ തിരുത്താൻ ഞാനില്ല, ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാനില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഞാനില്ല. ഞാൻ എന്താണെന്നുള്ളത് എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഈശ്വരനും അറിയാം. അത്ര മതി. അടുത്ത റിയാസ്. അജു ചാർലിയെ കൊഞ്ചിക്കുന്നത് കണ്ടപ്പോൾ സരിത ചിന്തിക്കുന്നുണ്ടോ, ഈ മനുഷ്യൻ ജഗ്ഗു കുട്ടിയായിരുന്നപ്പോൾ ഇതിന്റെ പകുതി സ്നേഹം പോലും കാണിച്ചില്ലല്ലോ. ഇങ്ങനെയും ഉണ്ടോ മനുഷ്യന്മാർ? ചാർലിയുടെ ഒപ്പം കളിക്കാൻ ഭയങ്കര രസമാണ്. ജഗ്ഗുവിന്റെ ഒപ്പം ജഗ്ഗു ഇങ്ങനെ ഓടി കളിക്കില്ലേ? ജഗ്ഗുവിന്റെ കൂടെ കളിക്കാറുണ്ട് ചേട്ടൻ. അടുത്തത് സാജൻ ക്രിസ്റ്റഫർ. അജൂസിന്റെ വീഡിയോ കാണാനാണ് ഞങ്ങൾ ഈ ചാനൽ കാണുന്നത്, അല്ലാതെ സരിതയുടെ കോമാളിത്തരവും അഹങ്കാരവും കാണാനല്ല. പുക കൊള്ളാൻ വയ്യ, മണ്ണിൽ കൃഷിക്ക് കൈ തൊടാൻ വയ്യ, പാട്ടുപാടി ജനങ്ങളെ ബോറടിപ്പിക്കും, വിഗ് വെച്ച് മുടി മുമ്പോട്ടിടും. വിഗല്ല, ഇത് ഒറിജിനൽ. ആകെ 4 മുടി വലിച്ചു കെട്ടി. വിഗല്ലോ, ഞാൻ വേണമെങ്കിൽ വലിച്ചു നോക്കിയാ. വിഗ് വെച്ച് മുടി മുമ്പോട്ടിടും, പൊട്ട കണ്ണാടി വെച്ച് പൊട്ട കണ്ണാടി എത്ര അല്ല കണ്ണാടി, നല്ല വിലയുള്ള കണ്ണാടി വെച്ച് 100 പ്രാവശ്യം കണ്ണാടി പിടിക്കാനുമാണ് നേരം. ആകെ കണ്ണാടി വെച്ചിട്ട് വീഡിയോ ചെയ്യണത് ഈ കമന്റ് വായനയിൽ മാത്രം. ബാക്കി വീഡിയോയിലൊന്നും കമന്റ് കണ്ണാട ഞാൻ വെക്കാറില്ല. സരിത അജുവിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അജു സംസാരിക്കാൻ സരിത സമ്മതിക്കണം. സാജൻ ക്രിസ്റ്റഫർ എന്നാണ് പേര് വെച്ചെങ്കിലും ഒരു സ്ത്രീയാണെന്നാണ് കമന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. ചിലപ്പോൾ ആളുടെ ഭാര്യയാവാം, ഫേക്ക് ഐഡി ആയിരിക്കാം. 1 മാസം മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐഡി. അതിപ്പോ പ്രശ്നമുള്ള കാര്യമല്ല. മുന്നേ ഒരു കമന്റ് ഇട്ടിട്ടുള്ളതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചാനൽ പൂട്ടി പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ചാനലിനെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. ചേച്ചി, ഒരു ആള് റിപ്പോർട്ട് അടിച്ച ഒന്നും സംഭവിക്കില്ല. മാസ് റിപ്പോർട്ടിങ് ചെന്നാൽ തന്നെയും യൂട്യൂബ് ഒറ്റടി നമ്മുടെ ചാനലിനെ നിർത്തില്ല, വെരിഫൈ ചെയ്യും. ഇല്ല, ചാനൽ അവര് വെരിഫൈ ചെയ്യും. ചാനലത്തെ വീഡിയോസ് ഇങ്ങനെ നോക്കി റിവ്യൂ ചെയ്തിട്ട് ഈ പറയണ ഇങ്ങനെ റിപ്പോർട്ടിങ് വരാൻ മാത്രമല്ല എന്ത് പ്രശ്നമാണ് വീഡിയോകളിൽ ഉള്ളതെന്നുള്ളത് ഒക്കെ അവര് അത്രയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇൻഫോം ചെയ്തിട്ടൊക്കെ വിശദീകരണം ചോദിച്ചിട്ടൊക്കെയാണ് ഇത് കളയേണ്ടതാണോ എന്നൊക്കെ നോക്കിയിട്ട് കളയുള്ളൂ. അല്ലാണ്ട് ചേച്ചി മാത്രം ഒരാളിരുന്ന് റിപ്പോർട്ട് അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് ചേച്ചിയോട് പറയാനുള്ള ഒരു കാര്യം, ചേച്ചിക്ക് അറിയാം നമ്മൾ ഈ ചാനലോടെ ജീവിക്കണേന്നല്ലേ. എന്നിട്ട് ചാനല് റിപ്പോർട്ട് അടിക്കുകയും പൂട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ എന്തുമാത്രം നമ്മളോട് വെറുപ്പുണ്ടാവണം. നമ്മളോട് നേരിട്ട് ഒരു പരിചയമില്ല, നേരിട്ട് കാണുമോ ഒന്നും ചെയ്യാത്ത നമ്മളോട് ഇത്രയ്ക്കും വെറുപ്പ് വെച്ച് പുലർത്താണെങ്കിൽ ഈ ചേച്ചിയുടെ കൂടെ ജീവിക്കണ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യം എന്തായിരിക്കുന്നു ഞാൻ ആലോചിക്കണം. അവരോട് കാണരുത്. എല്ലാണ്ടും 1000-കണക്കിന് വീഡിയോകളുണ്ട്. നല്ലപ്പോ ഞാൻ മണ്ണിൽ പണിയെടുക്കില്ലേ, മണ്ണിൽ പണിയെടുക്കണ പെണ്ണുങ്ങളുടെ ചാനൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വീഡിയോകൾ ഇരുന്ന് കാണണം. നല്ല കുടുംബിനികൾ എന്നാണ് ആ ചേച്ചി പറയണേ. കൈക്കോട്ടെടുത്ത് പറമ്പിൽ കളയ്ക്കുന്ന പെണ്ണുങ്ങൾ മാത്രമാണ് കുടുംബിനികൾ എന്നാണ് ഈ ചേച്ചിയുടെ അഭിപ്രായം. അപ്പൊ ഈ ചേച്ചിയുടെ അഭിപ്രായത്തില് മണ്ണിൽ പണിയെടുക്കുന്നവരാണ് യഥാർത്ഥ പെണ്ണുങ്ങൾ. അതെ, അല്ലാത്തവരൊക്കെ മുടി മുന്നിലേക്ക് ഇടാൻ പാടില്ല. അത് ആ ചേച്ചിയുടെ നോട്ടത്തിൽ തെറ്റാണ്. പിന്നെ കണ്ണാടയമ്മ പിടിക്കാനൊന്നും പാടില്ല. കണ്ണാട ഇങ്ങനെ ഒഴുകി വരുമല്ലോ, വിയർപ്പ് വരുമ്പോ ഒഴുകി വരുമ്പോഴാണ് അങ്ങനെ കയറ്റി വെക്കണത്. അതൊക്കെ സാധാരണ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ്. ആ ചേച്ചിയുടെ ഭർത്താവിന്റെ മക്കളുടെയും കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം. എങ്ങനെ ഈ ചേച്ചിയുടെ കൂടെ ജീവിക്കണം? അവർക്കൊരു അവാർഡ് കൊടുക്കേണ്ടി. ചേച്ചിയുടെ മനസ്സ് നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു, നന്മ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.